ദിഗ്വിജയത്തിന് ശേഷം പാണ്ഡു മഹാരാജാവ് തൻ്റെ ഭാര്യമാരോടും അംഗരക്ഷകരോടുമൊത്ത് മൃഗയാവിനോദത്തിനും ഉല്ലാസത്തിനുമൊക്കെയായിട്ട് കാട്ടിലേക്ക് തിരിച്ചു. ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ള മനോഹരമായ താഴ്വരയിൽ അവർ ആനന്ദത്തോടെ സമയം ചെലവഴിക്കവേ ഒരു ദിവസം പാണ്ഡു മഹാരാജാവ് മൃഗയാവിനോദത്തിനിടെ ഇണചേർന്നുകൊണ്ടിരുന്ന ഒരു കലമാനിനെ അമ്പെയ്തു കൊന്നു. യഥാർത്ഥത്തിൽ കിന്തവൻ എന്നു പേരുള്ള ഒരു താപസ ശ്രേഷ്ഠനായിരുന്നു കലമാനിന്റെ വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അമ്പേറ്റു വീണ മുനി പാണ്ഡുവിനെ ശപിച്ചു. ഇണചേരുന്ന സമയത്ത് ഈ കഷ്ടം പ്രവർത്തിച്ച് നീയും കാമാസക്തനായി ഇണചേരുന്ന സമയത്ത് നിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരട്ടെ. സുഖത്തിൽ വാണിരുന്ന ഞാൻ എപ്രകാരം ദുഃഖത്തിൽപ്പെട്ടോ അതേപോലെ തന്നെ നീയും ഏത് കാന്തയോടൊത്താണോ രമിക്കുന്നത് അവളോടൊത്ത് തന്നെ പ്രേതലോകത്തിൽ എത്താൻ ഇടവരുമെന്ന് മുനി ശപിച്ചു. തന്റെ അമ്പേറ്റു മരണം സംഭവിച്ച മുനിയുടെ ശാപം പാണ്ഡു മഹാരാജാവിനെ വല്ലാതെ ഉലച്ചു. ലൗകിക ജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്ത പാണ്ഡു തന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പരിചാരകരോടൊത്ത് ഹസ്തിനപുരത്തേക്ക് മടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടു. മുനിശാപം മൂലം കുടുംബജീവിതം അസാധ്യമായതിനാൽ ഭിക്ഷയാചിച്ച് കിട്ടുന്ന അന്നം മാത്രം ഭക്ഷിച്ച് ശുദ്ധാത്മാവായി ഭീതി വിട്ട മാർഗത്തിൽ ദേഹം ത്യജിക്കാനുള്ള കഠിനമായിട്ടുള്ള തീരുമാനം പാണ്ഡു എടുത്തു. ഇതറിഞ്ഞ കുന്തിദേവിയും മാദ്രിയും അതേ മാർഗത്തിൽ ഞങ്ങൾ ചരിക്കുമെന്നും ഇനി അഥവാ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചാൽ ഈ നിമിഷം ഞങ്ങളിരുവരും ഞങ്ങളുടെ ജീവൻ വെടിയുമെന്നുള്ള കഠിന തീരുമാനം അദ്ദേഹത്തോട് പറയുകയാണ് ഉണ്ടായത്. പാണ്ഡു തന്റെ ഭാര്യമാരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ എന്റെ മരണം വരെ നമുക്ക് ഒരുമിച്ച് വാനപ്രസ്ഥങ്ങൾ അനുഭവിക്കാം എന്ന് പറഞ്ഞു. ശേഷം തന്റെ പരിചാരകരെയും ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തി തന്റെ പതക്കവും തോൾവളകളും വില കൂടിയ വസ്ത്രങ്ങളും ഒക്കെ അവർക്ക് ദാനം ചെയ്തു. പാണ്ഡുവും പത്നിമാരും ലോക സുഖങ്ങളെല്ലാം വെടിഞ്ഞിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ചവരും ഹസ്തിനപുരിൽ അറിയിക്കാനായിട്ട് ഇവരെ ചുമതലപ്പെടുത്തി. ഒട്ടൊരു ആർത്തനാദത്തോടെ മഹാരാജാവിന്റെ വാക്ക് ശിരസാവഹിച്ചുകൊണ്ട് അവർ ഹസ്തിനപുരിയിലെത്തി പാണ്ഡുവും ഭാര്യമാരും വാനപ്രസ്ഥം സ്വീകരിച്ചവരും അവിടെ അറിയിച്ചു. ഈ വാർത്ത അറിഞ്ഞ് ഹസ്തിനപുരി അങ്ങേയറ്റം ദുഃഖത്തിലാണ്ടു. പാണ്ഡുവും ഭാര്യമാരും നാഗശതാഗ്നിയും കാളകൂടവും ഗന്ധമാദനവും പോലുള്ള ദുർഘട സ്ഥാനങ്ങൾ പിന്നിട്ട് ശതശൃംഗത്തിൽ എത്തിച്ചേർന്നു. അവിടെ സിദ്ധന്മാരായ മഹർഷിമാരോടൊത്ത് തപസ്സുകൾ അനുഷ്ഠിച്ച് അവർ കഴിഞ്ഞുകൂടി. മുനിശാപം മൂലം കുടുംബജീവിതം നിഷിദ്ധമായിട്ടുള്ള പാണ്ഡുവിനെ അനന്തരാവകാശികളില്ലാത്ത ദുഃഖം വല്ലാതെ അലട്ടിയിരുന്നു. അദ്ദേഹം സിദ്ധന്മാരായ മഹർഷിമാരോട് ഉപദേശം തേടി. അല്ലയോ ഋഷിമാരെ, വ്യാസനിൽ നിന്നും എന്റെ ജനനത്തിനിടയാക്കിയ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയുമല്ലോ. അതേ മാർഗത്തിൽ എനിക്കും സന്താനങ്ങളാകാമോ? ഋഷിമാർ മറുപടി പറഞ്ഞു, ത്രികാലജ്ഞാനികളായ ഞങ്ങൾ നിന്റെ സന്തതി പരമ്പരകളെ കാണുന്നുണ്ട്. അതിനായിട്ട് ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കാൻ മടിക്കേണ്ടതില്ല. വിധി നിനക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് പ്രയത്നം കൊണ്ട് നേടാൻ മഹർഷിമാർ ഉപദേശിച്ചു. മുനിയുടെ ശാപം മൂലം ക്രിയാനാശം വന്നിട്ടുള്ള പാണ്ഡു ആ ഒരു തിരിച്ചറിവില് കുന്തിദേവിയെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഒരു ആപത്സന്ധിയിൽ സന്താനങ്ങളില്ലാതെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയ യോഗ്യനായ ഒരാളിൽ നിന്നും പുത്രലാഭം നേടുന്നത് നമ്മുടെ ധർമ്മത്തിന് വിരുദ്ധമാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി. ഇത് കേട്ട് കുന്തിദേവി ആകെ ധർമ്മസങ്കടത്തിലായി. കുരുവംശം കൃഷ്ണദ്വൈപായനിലൂടെ നിലനിർത്താനിടയാകിയ സംഭവങ്ങളൊക്കെ ഒരു ദൃഷ്ടാന്തമായിട്ട് പാണ്ഡു കുന്തിദേവിക്ക് പറഞ്ഞു കൊടുത്തു. ആ സമയത്താണ് കുന്തിദേവിക്ക് തന്റെ പിതൃഗൃഹത്തിൽ വെച്ചിട്ട് മഹർഷി ദുർവാസാവിൽ നിന്ന് സിദ്ധിച്ചിട്ടുള്ളൊരു മന്ത്രത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അതിങ്ങനെയായിരുന്നു, നീ ഏത് ദേവതയെ മന്ത്രം കൊണ്ട് ആവാഹിക്കുന്നുവോ ആ ദേവതമാർ നിന്റെ ഇഷ്ടത്തിനൊത്ത് വർത്തിക്കുമെന്നും ആ ദേവതാ പ്രതിയാൽ നിനക്ക് പുത്രലാഭം ഉണ്ടാകുമെന്നുമായിരുന്നു. ഈ കാര്യം പാണ്ഡുവിനോട് പറഞ്ഞു. അത് കേട്ട മാത്രയിൽ പാണ്ഡു ഉടൻ ആവശ്യപ്പെട്ടു, എങ്കിൽ ധർമ്മദേവനെ നീ മന്ത്രം കൊണ്ട് ആവാഹിക്കുക. ഇത് കേട്ട മാത്രയിൽ ധർമ്മദേവനെ മന്ത്രസിദ്ധി കൊണ്ട് ആവാഹിച്ച് പുത്രലാഭം നേടാനായിട്ട് പാണ്ഡു കുന്തിയോട് ആവശ്യപ്പെടും. അങ്ങനെ യോഗമൂർത്തി ധരിച്ച ധർമ്മനോട് ചേർന്ന് യുധിഷ്ഠിരൻ ജന്മമെടുത്തു. തുടർന്നങ്ങോട്ട് വായുദേവ പ്രീതിയാൽ ഭീമസേനനും ഇന്ദ്രദേവന്റെ അനുഗ്രഹത്താൽ സാക്ഷാൽ അർജുനനും ജന്മമെടുക്കുന്നു. അർജുനന്റെ ജനനസമയത്ത് അന്തരീക്ഷം അശരീരികളാൽ പ്രകമ്പനം കൊണ്ടു. ഇവന്റെ കീർത്തി ലോകമെങ്ങും പരക്കുമെന്നും പരാക്രമത്തിൽ ഇവൻ ശിവനും വിഷ്ണുവിനും പരശുരാമനും തുല്യമായിരിക്കുമെന്നും ഒപ്പം ശിവപ്രീതിയാൽ പാശുപതാസ്ത്രം ഉൾപ്പെടെയുള്ള ദിവ്യാസ്ത്രങ്ങൾ നേടിക്കൊണ്ട് കുരുവംശത്തിന്റെ കീർത്തി വീണ്ടെടുക്കുമെന്നുള്ളതൊക്കെ ആയിരുന്നു അശരീരി. ഈ അശരീരി വാക്യങ്ങൾ കേട്ട് ദേവഗണങ്ങളും ശതശൃംഗത്തിലെ മുനിശ്രേഷ്ഠന്മാരും സന്തോഷത്താൽ ആമോദം കൊണ്ടു പുഷ്പവൃഷ്ടിയാണ്. കുന്തിദേവിക്ക് പുത്രന്മാർ ജനിച്ചത് മാദ്രിയെ തെല്ലൊന്ന് ദുഃഖത്തിലാക്കി. തനിക്ക് മക്കളുണ്ടാവാഞ്ഞ് ആ ഒരു സങ്കടത്തില് അവൾ പാണ്ഡുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രഭു, കുന്തിദേവിക്ക് ലഭിച്ചിട്ടുള്ള മന്ത്രസിദ്ധി എനിക്ക് കൂടി മക്കളുണ്ടാകാനായിട്ട് പ്രയോഗിക്കാനായി അങ്ങ് അവളോട് ആവശ്യപ്പെടാം. അത് അങ്ങയുടെ കുലത്തിന് തന്നെയാണല്ലോ ഐശ്വര്യം കൊണ്ടുവരിക. അങ്ങനെ വരികിൽ എന്നിലൂടെയും അങ്ങക്ക് സന്താനങ്ങൾ കൈവരും. മാദ്രിയുടെ അഭ്യർത്ഥന മാനിച്ച്
പാണ്ഡു മഹാരാജാവ് ഈ കാര്യം കുന്തിദേവിയോട് ആവശ്യപ്പെട്ടു. മഹാരാജാവിന്റെ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ട് കുന്തിദേവി മാദ്രിയോട് ഇഷ്ടദേവതാ പ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം മാദ്രി അശ്വിനി ദേവകളെ പ്രസാദിപ്പിച്ച് അതിലൂടെ ഇരട്ട സന്താന ലബ്ധി നേടി. അവരാണ് പാണ്ഡവരിൽ ഇളയവരായ നകുലനും സഹദേവനും. സൗന്ദര്യത്തിൽ ശ്രേഷ്ഠരായിരിക്കുമെന്നും സത്യഗുണത്തില് നാസത്യർക്ക് തുല്യരായിരിക്കുമെന്നും ഒക്കെയുള്ള അനുഗ്രഹവാക്യങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു ഇവരുടെ ജനനം. ശതശൃംഖത്തിലെ മുനിമാരുടെ സംരക്ഷണയിൽ പാണ്ഡുവിന്റെ പുത്രന്മാർ വളർന്നു. പുത്രന്മാരുടെ അത്ഭുത ശക്തികളും പരാക്രമശേഷിയും ഒക്കെ കണ്ട് പാണ്ഡവും ഭാര്യമാരും ആനന്ദം കൊണ്ടു. അങ്ങനെ ഇരിക്കെ ഒരു വസന്തകാലത്ത് പാണ്ഡു മഹാരാജാവ് മാദ്രിയോടൊത്ത് കാനനഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാനിറങ്ങി. ഉള്ളിലെ ആഗ്രഹങ്ങൾ ഉണർത്തുന്ന ആ ഒരു വസന്തകാല കാനനഭംഗി ഒരു വേള പാണ്ഡു മഹാരാജാവ് മുനിശാപം മറന്നു. അദ്ദേഹം വളരെ ആഗ്രഹത്തോടെ മാദ്രിയെ വാരി പുണർന്നുകൊണ്ട് പ്രാപിക്കാനൊരുങ്ങിയതും അദ്ദേഹം മരിച്ചു. അങ്ങനെ മുനിശാപം അന്വർത്ഥമായി തീർന്നു. മാദ്രിയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ കുന്തിദേവി മഹാരാജാവിന്റെ ചേതനയേറ്റ ശരീരം കണ്ടിട്ട് മാദ്രിയെ കുറ്റപ്പെടുത്തി. ഹേ മാദ്രി, മഹാരാജാവിനെ ഏറ്റിട്ടുള്ള ശാപവൃത്താന്തത്തെ കുറിച്ച് നിനക്ക് അറിവുള്ളതല്ലേ? പിന്നെ എന്തിനു നീ വിജന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ മോഹിപ്പിച്ചു? പിന്നെ ഒന്ന് നിർത്തിയിട്ട് കുന്തി തുടർന്നു. പക്ഷെ എങ്കിലും നീ ഭാഗ്യവതിയാണ്. മഹാരാജാവിന്റെ മുഖത്തുള്ള പ്രേമഭാവം കാണാൻ സാധിച്ചുവല്ലോ. വിലാപം തുടർന്നുകൊണ്ട് കുന്തി പറഞ്ഞു, മാദ്രി, ധർമ്മഭക്തിമാരിൽ മൂത്തവൾ ഞാനായതുകൊണ്ട് ഭർത്താവിനെ പരലോകത്ത് പിന്തുടരേണ്ടത് എന്റെ കർത്തവ്യമായിട്ട് ഞാൻ കരുതുന്നു. നീ കാന്തര വിട്ട് എഴുന്നേറ്റ് മക്കളെ പാലിച്ചുകൊള്ളു. കുന്തിദേവി പറഞ്ഞ ആ ഒരു തീരുമാനം മാദ്രിക്ക് സമ്മതമായില്ല. അവൾ പറഞ്ഞു, ജ്യേഷ്ഠത്തി, ഞാനാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ മക്കളെ വേർതിരിവില്ലാതെ വളർത്താൻ എനിക്കാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നിങ്ങൾക്കാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാത്രവുമല്ല, എന്റെ ദേഹകാന്തി കണ്ട് ഭ്രമിച്ചിട്ടാണല്ലോ മഹാരാജാവിന് ഈ ഒരു ഗതി വന്നത്. അപ്പോൾ എന്റെ ഈ ദേഹം തന്നെ അഗ്നിക്ക് സമർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് അവൾ പാണ്ഡുവിന്റെ ചിതയിലേക്ക് പ്രവേശിക്കാനുണ്ടായിരുന്നു. ശതശൃംഖത്തിലെ മഹർഷിമാരുടെ മേൽനോട്ടത്തില് പാണ്ഡുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. അതിനുശേഷം മുനിശ്രേഷ്ഠന്മാര് തങ്ങൾ കൂടിയാലോചിച്ചിട്ട് കുന്തിയെയും മക്കളെയും ഹസ്തിനപുരിയിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. മുനിവര്യന്മാർ പാണ്ഡുവിന്റെയും മാദ്രിയുടെയും ചിതാഭസ്മങ്ങൾ അടങ്ങിയ കലശങ്ങളുമായിട്ട് ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നു. മഹർഷിമാരിൽ നിന്ന് എല്ലാ വിവരങ്ങളും കേട്ടറിഞ്ഞ ധൃതരാഷ്ട്രരും ഭീഷ്മരും കുന്തിയെയും മക്കളെയും സ്വീകരിച്ചിട്ട് പാണ്ഡുവിന്റെയും മാദ്രിയുടെയും ശേഷക്രിയകളെല്ലാം ഭംഗിയായിട്ട് വേണ്ടവണ്ണം നടത്തി. മഹാഭാരത കഥനത്തിന്റെ ഈ ഒരു അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം.